നല്ല പൂവും മുല്ലപ്പൂ അല്ലടത് ഇതാ മുരിങ്ങപ്പൂവാണത്. മുരിങ്ങയുടെ പൂവ് പൂവ് ഉപ്പേരി വെച്ചാൽ നല്ല ടേസ്റ്റാ. കവർ എടുത്താ മതിയായിരുന്നു അല്ലേ? കവർ എടുത്തില്ല. വേണ്ട, ഞാൻ പിടിച്ചോളാം. ആയിക്കോട്ടെ. മണൽ കാറ്റ് മണല് കാറ്റ് നല്ല കാറ്റാട്ടാ. കണ്ണൊക്കെ കണ്ട് പാർന്ന പൊടി. ആള് മാറി പോകുന്നതിനെ മുരിങ്ങക്കായ ഉണ്ടാവുന്നുണ്ടാ. ചെറിയ ചെറിയ കായ ഉണ്ടാവുക വെച്ചാലേ പൊട്ടിക്കാം. എന്താ ഇവിടെ കായ ഉണ്ടാവുന്നുണ്ട്. റോട്ടുമ്മൂടെ അതാ മറ്റേ ഓടുമ്പോ ഇതൊക്കെ പാറിപ്പോ. അതായത് എന്റെ ഫോണൊക്കെ അതെന്നെ നടക്കി പോവാ. ഞാൻ മുരിങ്ങ നല്ല കായ ഉണ്ടാവുന്ന സമയത്ത് നമുക്ക് പൊട്ടിക്കാൻ വരാം. ഇത് നമ്മളെ ഫ്ലാറ്റിന്റെ തൊട്ട് ബാക്കിലാട്ടാ നിൽക്കണ. പക്ഷെ ആ സൈഡിൽ നിന്ന് പൊട്ടിക്കാൻ പറ്റുന്നില്ല. പക്ഷെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. കാരണം നമ്മൾ മുന്നിൽ കൂടെ വരും ഇറങ്ങിപ്പോരും. വരി. എന്ത് കാറ്റാണോ ഫോണും ഇലൊക്കെ കണ്ട അങ്ങനെ പാർന്നു. കണ്ണിക്കും മൂക്കിക്കും ഒക്കെ പൊടിക്കാറ്റ് വന്നിട്ട് കണ്ണ് കാണാനിട്ടൊക്കെ ക്യാമറയുടെ ഫ്രണ്ട് തന്നെ കാണാനില്ല. നിറയെ പൊടിയില്ല. ഫോണ് നിറച്ച് പൊടിയാണ്. അങ്ങനെ വീട്ടിലെത്തിയപ്പോൾ അടുത്ത ഞാൻ മുരിങ്ങൻ്റെ ഇലയും പൂവൊക്കെ വേർതിരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടാ. ഇലയിൽ നിന്ന് പൂവ് ഇങ്ങനെ വേർതിരിച്ചിട്ടിയപ്പോൾ ഒരുപാട് പൂവ് ഉണ്ടായിരുന്നു കേട്ടാ. നമുക്ക് നാട്ടിൽ നിന്ന് ഒരിക്കൽ ഞാൻ അതുപോലെ മുരിങ്ങ പൂ കൊണ്ട് തോരൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ എങ്കിൽ അത് താഴെ വീണിട്ട് കിട്ടിയതൊക്കെ പടിയതായത് കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഇത് കൈകൊണ്ട് ഇങ്ങനെ പൊറിച്ചെടുത്തതുകൊണ്ടായതുകൊണ്ട് ഇതിന് നല്ല വൃത്തിയിലുള്ള പൂവും കിട്ടി. കുറച്ചധികം ഉണ്ടാവും ചെയ്തിരുന്നു കേട്ടോ. തൊട്ടടുത്ത് തന്നെ ഇതുപോലെ മുരിങ്ങയില ഉണ്ടായിട്ടും കാണാൻ പറ്റില്ലല്ലോ ഇത്രയും കാലം എന്നുള്ള ഒരു സങ്കടം ഉണ്ടായിരുന്നു. കിട്ടിയതിൻ്റെ ഒരു സന്തോഷം ഉണ്ടായിരുന്നു കേട്ടോ. ഫിനൂട്ടനെ വന്നിട്ട് പറഞ്ഞു ഉമ്മച്ചി ഇത് ഇങ്ങനെയല്ല ഞാൻ കാണിച്ചു തരാമെന്നും പറഞ്ഞാണ്ട് ഓനേത് വീഡിയോയിൽ കണ്ടിട്ടെന്ന് പറഞ്ഞിട്ട് ഇത് ഇങ്ങനെ പാത്രത്തിൻ്റെ ഇടയിൽ കൂടെ വെച്ചിട്ട് ഇങ്ങനെ വലിച്ചെടുക്കട്ടെ. അപ്പം മുരിങ്ങലയുടെ തണ്ടൊന്നും പെടാതെ നല്ല വൃത്തിയിൽ കിട്ടുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞാൽ ഈ പണിജനം അങ്ങോട്ട് ചെയ്തോ ഉമ്മച്ചി ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് മുരിങ്ങൻ്റെ എല്ലാം അവിടെ ഏൽപ്പിച്ചുകൊണ്ട് ഞാൻ സ്കൂട്ടായിട്ടാ. നിക്ക് ആദ്യമായിട്ടാണ് കേട്ടോ മുരിങ്ങപ്പൂ ഇത്രയും തോനയും വൃത്തിയിലുമായിട്ട് നല്ല രസത്തിൽ കാണാൻ കിട്ടുന്നത്. ആറ്റും പവലും പറഞ്ഞ പോലെ ഒരു മുല്ലപ്പൂ കയ്യിൽ കിട്ടിയൊരു ഫീൽ ഉണ്ടായിരുന്നു. പിന്നെ കഴുകി വൃത്തിയാക്കിയിട്ട് ഞാനിത് തോരൻ വെക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഉമ്മാക്കൊന്ന് വീഡിയോ കോൾ വിളിച്ചിട്ട് ഇതെങ്ങനെ ചെയ്യാന്നുള്ളതൊക്കെ ചോദിച്ചറിഞ്ഞിട്ടാ. അപ്പോൾ നല്ല നാടൻ രീതിയിൽ വെച്ച നല്ല ടേസ്റ്റ് ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് ഉമ്മ റെസിപ്പി കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നെ.